വീഡിയോ എന്ന് പറഞ്ഞത് എന്റെ 2025 വിഷൻ ബോർഡാണ്. അപ്പൊ കുറെ നാളായി ഞാൻ 2025 സ്റ്റാർട്ടിങ് കൊണ്ടിട്ട് ഞാൻ വിചാരിച്ചായിരുന്നു ഒരു വിഷൻ ബോർഡ് ചെയ്യണം. ഞാൻ വേറെ ചാനൽസ്, അതായത് കഴിഞ്ഞ വർഷം ലാസ്റ്റോട് കൂടി ഞാൻ ഈ വർഷം ആദ്യം എന്തൊക്കെ ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചായിരുന്നു. അപ്പൊ അതിനു വേണ്ടി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ട ഒരു സാധനമാണ് വിഷൻ ബോർഡ്. അപ്പൊ എനിക്കതിന്റെ ഐഡിയ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതുവരെ അതിനെ പറ്റി കേട്ടും ഉണ്ടായിരുന്നില്ല, ഞാൻ ആരും ചെയ്ത് കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് സെർച്ച് ചെയ്തപ്പോൾ നമ്മൾക്ക് റീസെന്റ് ആയിട്ടുള്ള കുറെ അതുപോലത്തെ വീഡിയോസ് വന്നപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇരുന്ന് കണ്ടായിരുന്നു. അപ്പോഴാണ് വിഷൻ ബോർഡിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായതും മറ്റേ യൂണിവേഴ്സ് ഓഫ് അഫർമേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അഫർമേഷൻ, അതുപോലെ ലോ ഓഫ് യൂണിവേഴ്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാനും പറ്റിയത്. പക്ഷെ എന്നിട്ടും ചെയ്യാനുള്ളൊരു ത്വര എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ പേളി മാണിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഓക്കെ ഒന്ന് ചെയ്തോക്കാം, ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് പേളി മാണി. അപ്പോൾ പേളിച്ചിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കിതൊന്ന് ചെയ്ത് നോക്കാം എന്നൊരു തോട്ട് വന്നത്. അങ്ങനെ ഞാനും എൻ്റെതായ രീതിയിൽ ചെറിയൊരു വിഷൻ ബോർഡ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ വിഷൻ ബോർഡ് എന്താന്ന് ഞാൻ ഒന്ന് പറയാം. എല്ലാവർക്കും ചിലപ്പോൾ അറിയായിരിക്കും, ഇപ്പോഴത്തെ ഒരു ആളുകൾക്ക് വിഷൻ ബോർഡിനെ പറ്റിയൊക്കെ നന്നായി അറിയായിരിക്കും. അപ്പോൾ വിഷൻ ബോർഡ് എന്താന്ന് വെച്ചാല് നമ്മുടെ ഒരു വർഷത്തെ സാധാരണ വിഷൻ ബോർഡ് ഉണ്ടാക്കുക ഒരു വർഷത്തിനാണ്. ആ ഒരു വർഷം നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ഡ്രീംസ് എന്തൊക്കെയാണ്, അതുപോലെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ, വിഷസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മളൊന്ന് പോർട്രേറ്റ് ചെയ്ത് നമ്മൾ കാണുന്ന സ്ഥലത്ത് ഒരു ബോർഡ് പോലെ, ഒരു എന്താ പറയുക, ഒരു ഫ്രെയിം പോലെ കൊണ്ടുവയ്ക്കാം. ഇത് നമുക്ക് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു കാര്യം, നമുക്കിത് ഡെയിലി കാണുന്ന സ്ഥലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഇത് കാണും. ഇത് ഡെയിലി കാണുമ്പോൾ എന്താണെന്നുണ്ടാവുമെങ്കിൽ നമുക്ക് ആ ഒരു സാധനത്തിനോട് നമ്മുടെ ഡ്രീംസ്, നമ്മുടെ ഗോൾസ്, ഇതിനെല്ലാത്തിനോടും ഭയങ്കരമായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് തോന്നുന്നത്, ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഇതൊക്കെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു പോസിറ്റീവ് എനർജി, നമ്മളിത് കണ്ട് നമ്മളിത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂണിവേഴ്സ് നമുക്കിത് കൊണ്ടുതരും എന്നാണ് ഒരു വിശ്വാസം. പല കാര്യങ്ങളും അതിന് അങ്ങനെ സക്സസ്ഫുൾ ആയി നടന്നിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ യൂണിവേഴ്സ് ഫുള്ള് നമ്മുടെ കൂടെ നിൽക്കുന്നതാണല്ലോ നമ്മുടെ പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അതൊരു യൂണിവേഴ്സിന്റെ ലോ ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ പല കാര്യങ്ങളിലും എനിക്കും അങ്ങനത്തെ കുറെ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. എൻ്റെ ലൈഫിലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം ഭയങ്കരമായിട്ട് ചില കാര്യത്തിൽ കുറച്ച് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. അതൊന്ന് മാറിയിരുന്നെങ്കിൽ, അതിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ആഗ്രഹിക്കുന്ന സാധനങ്ങളെ ഒരു ദിവസം നമുക്ക് ആ യൂണിവേഴ്സായിട്ട് നമ്മുടെ കയ്യിൽ എത്തിക്കും. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇൻസിഡൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു യൂണിവേഴ്സിന്റെ ലോ എനിക്ക് കേട്ടപ്പോൾ അത് ഭയങ്കര റിലേറ്റ് ചെയ്തായിട്ട് തോന്നി. അപ്പൊ ആ ഒരു ലോ ഓഫ് യൂണിവേഴ്സ്, ലോ ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ ലോ ഓഫ് അഫർമേഷൻ, പോസിറ്റീവ് അഫർമേഷൻ, അങ്ങനത്തെ കുറച്ച് ലോസ് ഒക്കെ കോർത്തിണക്കിയാണ് നമ്മുടെ വിഷൻ ബോർഡിന്റെ ആ ഒരു കോർ ഇരിക്കുന്നത്. എന്റെ വിഷൻ ബോർഡ് എന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ വിഷൻ ബോർഡ് 2025. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് വിഷൻ ബോർഡ് ചെയ്യാൻ തുടങ്ങാം. വിഷൻ ബോർഡ് ചെയ്യാൻ ആദ്യം വേണ്ടത് ഇങ്ങനൊരു കാർഡ്ബോർഡ്. ഇത്രയും വലിയൊരു വിഷൻ ബോർഡ് ഒന്നും ആവില്ല എല്ലാം. ഇങ്ങനൊരു കാർഡ്ബോർഡാണ് നമുക്ക് വേണ്ടത്. ഇത്രയും വലിയൊരു വിഷൻ ബോർഡൊന്നും, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കാർഡ്ബോർഡ് തന്നെ വേണം എന്നൊന്നുമില്ല. ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ഒരു കാർഡ്ബോർഡിന്റെ മുകളിൽ കുറച്ച് A4 ഷീറ്റ്സ് ഒക്കെ വൈറ്റ് പേപ്പർ ഒക്കെ ഒട്ടിച്ച് ഇങ്ങനെ ആക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസ് വാങ്ങാം, അല്ലെങ്കിൽ വുഡൻ ഫ്രെയിം എടുക്കാം. അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വിഷൻ ബോർഡ് ആയതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള കാർഡ്ബോർഡിൽ ഞാൻ കുറച്ചിങ്ങനെ A4 ഷീറ്റ്സ് ഒക്കെ ഒട്ടിച്ച് ഇതൊന്ന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കി. പിന്നെ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് ഉണ്ടാക്കുന്ന ആളുടെ ക്രിയേറ്റിവിറ്റിയാണ്. അല്ലാതെ ഞാൻ ചെയ്യുന്നത് കണ്ട് ഇതുപോലെ തന്നെ ചെയ്യണം എന്നല്ല. ഞാനിത് എൻ്റെ വിഷൻ ബോർഡാണ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ വിഷൻ ബോർഡ് ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം നമ്മളിത് ഡെയിലി കാണുന്നതാണ്. നമുക്കിത് കാണുമ്പോൾ മടുപ്പല്ല ഉണ്ടാവേണ്ടത്, പോസിറ്റിവിറ്റിയാണ്. അപ്പൊ നിങ്ങളുടെ തന്നെ ഇഷ്ടത്തിന് ചെയ്യുമ്പോൾ അതിൽ കുറേ ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. പിന്നെ ഇതിന് വേണ്ടത് നമ്മുടെ വിഷൻസ് എന്താണ് എന്ന് നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാം. അതായത്
നമ്മൾക്ക് ഈ വർഷം അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യും എന്ന് ഉറപ്പുള്ള കാര്യങ്ങളല്ല, അച്ചീവ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അത് ഞാൻ ആഗ്രഹിക്കുന്നു എന്നല്ല പറയേണ്ടത്, ഞാൻ അത് ആണ് എന്ന് പറയാം. അങ്ങനെയാവുമ്പോഴാണ് നമുക്കത് കാണുമ്പോൾ കൂടുതൽ മോട്ടിവേഷനും അങ്ങനത്തെ ഭയങ്കര സക്സസ്ഫുൾ സാധനങ്ങളൊക്കെ. ഓക്കെ, ഐ എം സക്സസ്ഫുൾ, ഐ എം ഹാപ്പി. ഇത് ഞാൻ പൊള്ളിയുടെ ടീച്ചറുടെ വീഡിയോ എന്നാണ് എനിക്ക് ഇങ്ങനൊരു കോൺസെപ്റ്റ്. അപ്പൊ ഞാൻ വിഷമോട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ തോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഐ വിൽ ബി എ ഹാപ്പിയസ്റ്റ് പേഴ്സൺ, ഐ വിൽ ബി കോൺഫിഡന്റ്, അങ്ങനെയാണെന്നാണ്. പക്ഷെ പുള്ളിയുടെ വീഡിയോ എന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല, ഐ ആം ഹാപ്പി, ഐ ആം കോൺഫിഡന്റ്, ഐ ആം സക്സസ്ഫുൾ. അപ്പൊ നമുക്ക് ആ ഒരു മെത്തേഡിലാണ് വിഷൻ ബോർഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊന്ന് ചെയ്തു തുടങ്ങിയാലോ. അപ്പോൾ കാർഡ് ബോർഡ് സെറ്റ് ചെയ്തു. പിന്നെ വേണ്ടത് കുറച്ച് ഫോട്ടോസ് ആണ്. കുറച്ച് പിക്സ് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതെന്തായിരുന്നു, ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യു, പിന്നെ ഐ എം സക്സസ്ഫുൾ, ഐ എം ഗ്രോയിങ്, ചേഞ്ചിങ്, ലേണിങ്, പിന്നെ ഐ എം ഹോപ്പ്ഫുൾ, വെരി ഇമ്പോർട്ടൻറ്റ് സാധനം ഐ ആം ഹാപ്പി. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ എനിക്ക് തോന്നി ബാക്കിയുള്ളത് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന്. പിന്നെ ഈ പിക്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുള്ളത് പിൻട്രസ്റ്റിൽ നിന്നാണ്. അപ്പൊ പിൻട്രസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പിൻട്രസ്റ്റിൽ നിന്ന് നല്ല കുറെ നൈസ് സാധനങ്ങൾ കിട്ടും. അതിൽ നിന്ന് തന്നെ വിഷൻ ബോർഡ് ഉണ്ടാക്കാനുള്ള കുറെ ഐഡിയാസും കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കുറെ കിട്ടും. പിൻട്രസ്റ്റ് ആണെങ്കിൽ കുറെ എസ്തെറ്റിക് സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ കുറെ കിട്ടും കേട്ടോ. അപ്പോ വേറെയും കുറച്ച് ഞാൻ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ A4 പേപ്പറിലാണ് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും 3D പേപ്പറിലോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള മോഡൽ പേപ്പർ ഉണ്ടല്ലോ, പ്രിന്റ് ക്വാളിറ്റി പ്രിന്റ് കൂടിയത്, അങ്ങനത്തെ ക്വാളിറ്റി കൂടിയ പ്രിന്റ്, അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. മനസ്സിലായോ? ഒക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പം ഞാൻ എൻ്റെ ഗോൾസ് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വേറൊരെണ്ണം സക്സസ് ആണ്. ഇത് എന്ത് സക്സസ് ആണെന്ന് വെച്ചാൽ ഐ എം എ സക്സസ്ഫുൾ ഇൻഫ്ലുവൻസർ. ഇതിലിപ്പോ ഗോൾഡൻ പ്ലേ ബട്ടന്റെ ഫോട്ടോ ആണ് ഞാൻ വെച്ചേക്കുന്നത്. ഇതിനർത്ഥം ഞാൻ ഈ വർഷം തന്നെ ഗോൾഡൻ പ്ലേ ബട്ടൺ എടുക്കുന്നൊന്നല്ല. തൽക്കാലത്തിന് എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ പോയിട്ട് ബ്രോൺസോ പ്രത്യേകിച്ച് ഒരു പ്ലേ ബട്ടണുള്ള ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഈ വർഷം ഒരു സക്സസ്ഫുൾ ആയ ഒരു ഇൻഫ്ലുവൻസർ ആയി മാറും. ഞാൻ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, ഐ എം സക്സസ്ഫുൾ ഇൻഫ്ലുവൻസർ, പിന്നെ അല്ല. അടുത്തതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ട്രാവൽ. ഞാനൊരു ഫ്ലൈറ്റിന്റെ ഫോട്ടോ ആണ് എടുത്തത്. പിന്നെ പോകേണ്ട സ്ഥലങ്ങളൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. ഇന്ന സ്ഥലത്ത് പോകണം അങ്ങനെയല്ല. ഐ വോണ്ട് ടു ട്രാവൽ എ ലോട്ട്. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യും. ഇന്ന സ്ഥലത്ത് പോകണമെന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതെനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിക്കും. അപ്പൊ അങ്ങനത്തെ റിഗ്രറ്റിന് ഞാൻ നിൽക്കുന്നില്ല. ഐ വോണ്ട് ടു ട്രാവൽ, ഐ എം ഗ്രേറ്റ്ഫുൾ. ഇങ്ങനത്തെ കുറേ വേർഡ്സ് പറ്റാവുന്ന എടുക്കുക കേട്ടോ. ബിക്കോസ് അത് നമുക്ക് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു എനർജി കിട്ടും. ഐ എം ഗ്രേറ്റ്ഫുൾ, ഐ എം ഹാപ്പി, ഐ എം പീസ്ഫുൾ, അങ്ങനത്തെ വേർഡ്സ് എടുക്കാം. ഇനി ഈ വിഷൻ ബോർഡിൽ ഇങ്ങനെ വെട്ടി ഒട്ടിക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഭയങ്കര ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വരയ്ക്കാവുന്നതും എഴുതാവുന്നതും അങ്ങനെ ഉണ്ടാക്കുന്ന വിഷൻ ബോർഡ്സ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവുന്നത്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആർട്ടിസ്റ്റ് കഴിവുകളില്ല, ഡ്രോയിങ് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പക്ഷെ കൂടുതലും അങ്ങനെ നമ്മളുടെ ഓൺ ടാലന്റ് വെച്ച് എഴുതുക വരയ്ക്കൊക്കെ ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ ഈ സാധനം പൊള്ളിയായിരിക്കും. നമുക്ക് കുറേ വെറൈറ്റികൾ കൊണ്ടുവരാൻ പറ്റും. റിച്ച്, കുറേ പൈസ, കുറേ പൈസ. എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണം. എന്താ പൈസ കിട്ടിയ പുളിക്കോ? ഞാൻ പൈസ ഉണ്ടാക്കും. എല്ലാവർക്കും പൈസ വേണം അല്ലേ? പൈസ ഇല്ലാണ്ട് എന്ത് നിൽക്കും? അപ്പോ എല്ലാവരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി, അതായത് ലൈഫിലല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ കാശില്ലാതെ നടക്കുവോ? ഇല്ല. അപ്പോ പൈസ ഈസ് വൺ ഓഫ് ദ മെയിൻ സാധനം ഇൻ എവ്രിബഡീസ് ലൈഫ്. നമ്മൾ അതിനു വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് അല്ലേ? അത് കുറേ വരണം, കുറച്ചൊന്നല്ല. ക്യാഷിനെ ആഗ്രഹിച്ചാൽ മാത്രമേ ക്യാഷ് നമ്മുടെ കയ്യിൽ വരുള്ളൂ. നമുക്ക് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ തോന്നുള്ളൂ. സോ പൈസ. ഇനി അടുത്തത്
പോസിറ്റീവാണ്. പോസിറ്റീവ് മൈൻഡ്, പോസിറ്റീവ് വൈബ്, പോസിറ്റീവ് ലൈഫ്. സോ ലക്കി. നമ്മള് ലക്കിയാണ് നമുക്ക് തോന്നണം, മറ്റൊരാളല്ല പറയേണ്ടത്. ഓ നീ ഭയങ്കര ഭാഗ്യവതിയാ, അങ്ങനെയല്ല. നമുക്കാണ് തോന്നേണ്ടത്, ഓ ഞാൻ സൂപ്പറാ, എനിക്ക് നല്ല ഭാഗ്യ, എനിക്കെല്ലാം കിട്ടും. അല്ലാണ്ട് വേറൊരാള് നമ്മുടെ ഭാഗ്യവതിയാണെന്ന് പറയുന്നത് കേട്ടിട്ട് പുളകം കൊണ്ടിട്ട് ഒരു കാര്യമില്ല. കാരണം അവർക്ക് നാളെ വേറെ എന്ത് വേണമെങ്കിലും പറയാം. നമ്മൾക്കാണ് നമ്മളെ പറ്റി ഭയങ്കര ബോധ്യം വേണ്ടത്. ഐ ആം സോ ലക്കി അല്ല. സെൽഫ് കെയർ, സെൽഫ് ലവ്. നമ്മൾ തന്നെ ബ്യൂട്ടീഷ്യൻ ആവുക, നമ്മളുടെ ബ്യൂട്ടീഷ്യൻ നമ്മളാവുക. അടുത്തത് വെരി ഇമ്പോർട്ടൻസ് ആണ്. ഐ എം ലവ്ഡ്. എന്താണ്? ഞാൻ സ്നേഹിക്കുന്നവളാണ്, ഞാൻ സ്നേഹിക്കപ്പെടുന്നവളാണ്, ഞാൻ സ്നേഹിക്കുന്നവളാണ് അല്ലേ? ഐ എം എ സക്സസ്ഫുൾ ബിസിനസ് ഓണർ. അതെന്താ? അതായത് ഞാൻ ഈ വർഷം ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അത് ഞങ്ങളുടെ പ്ലാൻസിലുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഒരു ത്രെഡ് ഇങ്ങനെ ചെറുതായിട്ട് തന്നായിരുന്നു. ലൈക്ക് എൻ്റെ ഒരു ഷോപ്പിന്റെ ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് നടക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള എനിക്കൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് സക്സസ് ആക്കി എടുക്കണം. സക്സസ് ആക്കും. അപ്പൊ അതാണ് ഇത്. ഐ എം എ സക്സസ്ഫുൾ ബിസിനസ് ഓണർ. അപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാം കട്ട് ചെയ്ത് എടുത്തു. അധികമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൽ ഒട്ടിക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഈ ബോർഡ് ഷേപ്പ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഫസ്റ്റ് പ്രയോറിറ്റി, എപ്പോഴും എല്ലാവരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി ടു ബിക്കം എ ഹാപ്പി 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 പേഴ്സൺ അല്ലേ? ഞാനൊരു ഹാപ്പി ആയിട്ടുള്ള ആളാണ്. എന്റെയും ഫസ്റ്റ് പ്രയോറിറ്റി ഐ ആം ഹാപ്പി. നമുക്ക് ഈ 2025 നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. വിഷൻ ബോർഡിലെ ഫസ്റ്റ് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് ബി എ ഹാപ്പി മാൻ, ബി എ ഹാപ്പി പേഴ്സൺ. ഓക്കെ, ഐ എം ഹാപ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഓൾവേസ് ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ എപ്പോഴും കൊടുക്കുക. ഇത് കുഞ്ഞിതായി, ഇത് കുറച്ച് വലുതാക്കണം ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. കുറച്ച് കുഞ്ഞിതായിപ്പോയി. എന്നാലും നമുക്ക് ഇത് ഇവിടെ എവിടെ വിട്ടുകൊട്ടിക്കാം. ഇത് ഫാമിലിയാണ്. So my first priority is my family. Be the best version of you. അല്ലേ? നമ്മളുടെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള വേർഷൻ നമ്മളായിരിക്കുക, ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേർഷൻ, ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കുക. നമ്മൾ ഏറ്റവും ലോ ആയിട്ടുള്ള വേർഷൻ ആയിരുന്നാൽ നമ്മൾ വിചാരിക്കും നമുക്ക് നമ്മളോട് എല്ലാവർക്കും സിമ്പതി തോന്നുന്നു, പക്ഷെ ഒന്നും തോന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ സിമ്പതി ഉണ്ടാവും, പിന്നെ കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ തന്നെ പോസിറ്റീവ് ആക്കുക, നമ്മൾ തന്നെ നമ്മുടെ ബെസ്റ്റ് വേർഷൻ ആവുക. ഓക്കെ, വിഷൻ ബോർഡിന്റെ ഏറെക്കുറെ
എല്ലാ പരിപാടിയും തീർന്നു. അപ്പൊ എന്റേതൊരു കൊളാഷ് മാതിരിയുണ്ട്, എല്ലാം കൂടി ഫിക്സ് ആയ റവയുടെ പരിപാടി എന്റേത്. പക്ഷെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഒരു തീം സെറ്റ് ചെയ്ത്, ഒരു കളർ തീം സെറ്റ് ചെയ്ത് നിങ്ങളുടെ ഇതിൽ വരച്ചോ എഴുതിയോ എല്ലാം ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സാധനം, അല്ലെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. എന്നും കാണുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടും. അതുപോലെ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് ചെയ്ത് നോക്കുക. എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കാണും നമ്മുടെ ലൈഫിൽ. ഒന്നുമല്ലയോ, ലോ ഓഫ് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സത്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു പിക്ക് ഫോട്ടോ എടുത്തോ, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു DM ചെയ്താൽ ഐ വിൽ ബി വെരി ഹാപ്പി. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്താൽ എൻ്റെ ഇൻസ്റ്റാ ID ഞാൻ താഴെ ഇങ്ങനെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.